തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിൽ ഇടപെട്ട കേന്ദ്ര സർക്കാർ വെള്ളക്കെട്ട് പരിഹരിക്കാൻ 200 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഒരു രാത്രി തുടർച്ചയായി മഴ പെയ്താൽ തലസ്ഥാന നഗരം വെള്ളക്കെട്ടിലാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തമ്പാനൂർ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള പ്രധാന പാതകളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. നിരവധി അപകടങ്ങളും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയത്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ 200 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത്. മാത്രമല്ല, രാജ്യത്തെ 9 നഗരങ്ങൾക്ക് 1800 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ നഗരവും 200 കോടി രൂപയുടെ വെള്ളപ്പൊക്ക ദുരിത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. പദ്ധതിയുടെ 75% തുക കേന്ദ്ര സർക്കാർ നൽകും. മഴയും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തങ്ങൾ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മെയ് അവസാനത്തോടെ സംസ്ഥാനം കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ച പദ്ധതി സമർപ്പിക്കണം. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരം നിവാസികൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് ക്രിയാത്മക നിർദ്ദേശങ്ങൾ സർക്കാർ മുന്നോട്ട് വയ്ക്കണമെന്നും കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ മെച്ചം സംസ്ഥാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും രാജീവ് ചന്ദ്രശേഖർ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. ജനം, തിരുവനന്തപുരം.